പവിത്രത്തിന്റെ 28ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗൗരി കട്ടിലിനടിയിലേക്ക് കയറി തന്റെ കളിപ്പാട്ടങ്ങളെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുക. തറ തുടയ്ക്കാനായി അങ്ങോട്ടെത്തുന്ന ജോലിക്കാരി ഷീലയും ഗൗരി എന്താ അവിടെ ചെയ്യുന്നത്, ഇപ്പൊ അടിച്ചുവാരി ഇട്ടതേ ഉള്ളൂ എന്നവളെ വഴക്കു പറയുമ്പോഴേക്കും അവൾ ശബ്ദമുണ്ടാക്കരുതെന്ന് ആംഗ്യം കാണിച്ച് ഷീലയെ അങ്ങോട്ട് വിളിക്കുക. ക്യാ ഹുവാ എന്നവൾ ചോദിക്കേ. വരാൻ പോകുന്നത് ആരാണെന്നറിയോ എന്ന് ഗൗരിയും ചോദിക്കുന്നുണ്ട്. കോൻ എന്ന് ഷീലയും. ചമ്പൂകനാ എന്ന് ഗൗരി പറയുന്നവൾക്ക് അതാരാന്ന് ഷീലയും. ചോട്ടഘടകം കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ എന്ന് ഗൗരി ചോദിക്കേ. ഇല്ലെന്ന് ഷീലയും. അവിടെ ഇരുന്നൊരു പെട്ടി ഷീലയുടെ സഹായത്തോടു കൂടി ബെഡിലേക്ക് എടുത്തു വെച്ച് ആ കാർട്ടൂണിനെ കുറിച്ച് ഗൗരി ഷീലയ്ക്ക് വിവരിച്ചു കൊടുക്കുക. അതിൽ കടകനെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഒരു രാക്ഷസം വരും, ചമ്പൂകൻ. ചമ്പൂകനെ ഓടിക്കാൻ കടകൻ കുറെ കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യാനാ ഇതൊക്കെ എന്ന് തന്റെ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് അവൾ പറയുക. എന്ത് ചെയ്യാൻ എന്ന് ഷീല ചോദിക്കേ. അവൾ കളിത്തോക്കെടുത്ത് ഷീലയെ കാണിക്കുക. ഈ കിസ്ലിയെ എന്ന് ഷീല ചോദിക്കേ. അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞ അവളുടെ നേരെ ആ ബബിൾ ഗൺ ചീറ്റുകയാ. അതുകൊണ്ട് ഷീലയും വന്നയാളെ ഇന്ന് തന്നെ ഓടിക്കോ എന്ന് ചോദിക്കേ. ഉറപ്പായും ഓടിക്കുമെന്ന് ഗൗരിയും. അപ്പോഴേക്കും ഗൗരി എന്ന് വേദ വിളിക്കണ കേട്ട് ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ, അമ്മേനോട് പറയില്ലേ എന്ന് ഓർമ്മിപ്പിച്ച് ഗൗരി റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാ. വേദ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി അങ്ങോട്ട് എത്തുകയാ. ഗൗരി അങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും മോള് വാ കഴിക്കാമെന്ന് പറഞ്ഞ് വേദ വിളിക്കുക. അവൾ കൂടെ ചെല്ലാതെ പതുങ്ങി നിൽക്കണ കണ്ട് വേദ അവളുടെ അരികിലേക്ക് ചെന്ന് എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ലമ്മേ എന്നവൾ പറയുന്നത് കേൾക്കേ. അപ്പോ എന്തോ ഉണ്ട് എന്ന് വേദയും കണ്ണുരുട്ടി അവളെ ഒന്ന് നോക്കി. വാ കഴിച്ചിട്ട് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് കൈവരിലിരിക്കുക. വേദ ഫുഡ് എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും അത് കഴിച്ചുകൊണ്ട് വരാൻ പോകുന്ന ആള് ഗൗരിയെ തല്ലു അമ്മേ എന്നവൾ ചോദിക്കുന്നുണ്ട്. നല്ല കാര്യമായി, ഗൗരിക്കുട്ടിയെ തല്ലിയ അമ്മ അയാളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ദാ ഇതുപോലെ ചട്ടിയിലിട്ട് വറുത്തെടുക്കില്ലേ അയാളെ അമ്മ എന്ന് വേദ പറയുന്നവൾക്ക്. അപ്പോ അമ്മയില്ലാത്ത സമയത്ത് ഞാൻ അയാളെ വറുക്കുമെന്ന് ഗൗരിയും. അയാള് ചിലപ്പോ ഒരു പാവമായിരിക്കും, ഗൗരിക്കുട്ടിക്ക് വെറുതെ അങ്ങനെ തോന്നുന്നതെന്ന് ചിരിയോടെ വേദയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാരെയും വിശ്വസിക്കാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്, അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ പാടോ എന്ന് ഗൗരിയും ചോദിക്കുക. അതൊക്കെ നോക്കിയിട്ടാവും തരുൺ അയാളെ വെച്ചതെന്ന് വേദയും പറയുന്നു. ചിലപ്പോ അച്ഛൻ അയാള് പറ്റിച്ചതാണെങ്കിലോ, പോലീസിനെ പറ്റിക്കുന്ന കള്ളന്മാരുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഗൗരി ചോദിക്കേ. മതി നീ കഴിക്കെന്ന് പറഞ്ഞ് അവളെ വീണ്ടും കഴിപ്പിക്കുകയാ വേദ. ഗൗരി വീണ്ടും ചോദിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു തന്ന കഥയില്ലേ വേതാളം, വേതാളത്തിനെ പോലെ എന്നെ ശല്യം ചെയ്യാൻ വന്ന ഉറപ്പായി ഞാൻ രാജാവിനെ പോലെ വാളെടുത്തു വെട്ടും എന്ന് ഗൗരി പറയേ. അയ്യോ അങ്ങനൊന്നും പാടില്ല, അമ്മ പറഞ്ഞു തന്ന കഥയിലെ വേതാളം രാജാവുമായി അങ്ങനെ വഴക്കുണ്ടോ എന്ന് വേദ ചോദിക്കേ. പിന്നെ എന്നും വഴക്കല്ലേ എന്ന് ഗൗരി. അത് സ്നേഹം കൊണ്ടുള്ള വഴക്കാണെന്ന് പുഞ്ചിരിയോടെ വേദയും പറയുക. അയ്യോടാ, അപ്പൊ ഗൗരിക്കുട്ടി ഇന്ന് വരുന്ന ആളെ സ്നേഹിക്കണ്ട, എനിക്ക് സ്നേഹിക്കാൻ അച്ഛനും അമ്മയും മതിയെന്ന് ഗൗരി തീർത്തു പറയുകയാണ്. മതി, വരുന്ന ആളുമായിട്ട് ഗൗരിക്കുട്ടി വഴക്കിനൊന്നും പോണ്ട കേ എന്ന് വേദ പറയേ. ഗൗരിക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞ ഉറപ്പായി ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് ഗൗരിയും. ശരി ദേ ഇത് കഴിക്കേ എന്ന് വേദ പറയേ. വരണതേ ചമ്പൂകനാ, എനിക്ക് ഉറപ്പാ എന്ന് ഗൗരി പറയുന്നവൾക്ക് വേദയും പുഞ്ചിരിയോടെ അവൾക്ക് കഴിക്കാനായി കൊടുക്കുക. വിക്രം അപ്പോഴേക്കും ആത്മജയെയും കൊണ്ട് ബൈക്കിൽ റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. യാത്രക്കിടയിൽ ആത്മജ വിക്രത്തോടായി, വിക്രം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് വിക്രത്തിന് നല്ല ഉത്സാഹമുള്ള ദിവസമല്ലേ, സാധാരണ ഒരു ജോലി കിട്ടി പോകുന്നതിന്റെ അല്ല, ഇതല്ലാതൊരു ഉത്സാഹം എന്നവൾ ചോദിക്കുക. വിക്രം പുഞ്ചിരിയോടെ വണ്ടി ഓടിക്കുക. പിന്നീട് ബസ് സ്റ്റോപ്പിലെത്തി അവൾ ഇറങ്ങുമ്പോഴേക്കും അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് കേട്ട് വിക്രം വീണ്ടും പുഞ്ചിരിയോടെ, അങ്ങനെ ചോദിച്ചാൽ ശരിയാ, ഐ ഫീൽ സോ ത്രിൽഡ് എന്ന് വിക്രവും പറയുന്നുണ്ട്. എന്തിനെന്ന് ആത്മജയും. അങ്ങനെ ചോദിച്ചാൽ അറിയില്ല, ഇന്നലെ വരെ എനിക്ക് ആ തോന്നലില്ലായിരുന്നു, പക്ഷേ ഇന്നലെ പുലർക്കാലത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്നവൻ പറയേ. എന്ത് സ്വപ്നമെന്ന് ആത്മജയും ഓർമ്മയില്ല, ചിലപ്പോ എന്താ കണ്ടതെന്ന് ഓർത്തെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അങ്ങനെയൊരു സ്വപ്നം, പക്ഷേ അത് കണ്ടതിന്റെ ബാക്കിയായ സന്തോഷം എനിക്കുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ ഞാൻ ആലോചിച്ചത് ആ കുഞ്ഞിന്റെ അടുത്തേക്കൊന്ന് പോണമെന്നായിരുന്നു. അപ്പോ എന്തെന്നറിയാത്തൊരു ഉത്സാഹം തോന്നി എന്നവൻ സന്തോഷത്തോടെ പറയേ. എന്താ അതിന്റെ കാരണമെന്ന് ആമിയും ചോദിക്കുക. അറിയില്ലെന്നേ, പക്ഷേ ഒരുപാട് അടുപ്പമുള്ള ഒരാളെയാണ് കാണാൻ പോകുന്നതെന്നൊരു തോന്നല് എന്നവൻ പറയേ. ആമിയും ചോദിക്കുന്നുണ്ട്. ഞാനൊരു മൈൽഡ് കേസ് പറയട്ടെ, വിക്രം ആ വീട്ടിൽ ചെല്ലുന്നു, പോലീസുകാരനെയും കുടുംബത്തെയും കാണുന്നു, അവരുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുട്ടിയുമായിട്ട് സ്കൂളിലേക്ക് ചെന്നിറങ്ങുമ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു നിൽക്കുന്ന ഒരു ടീച്ചർ, ആ ടീച്ചറെ കാണുമ്പോൾ വിക്രം ഞെട്ടുന്നു. അതാ നിൽക്കുന്നു വേദ ശങ്കരനാരായണൻ എന്നവൾ പറയുന്നതിൽക്ക് വിക്രം പൊട്ടിച്ചിരിക്കുക. എന്താ ചിരിച്ചത്
എന്നവൾ ചോദിക്കേ ഈ നാട്ടിൽ വന്ന് എന്നെ കാണാൻ പോലും ശ്രമിക്കാതെ ഒരു UKG ടീച്ചറായിട്ട് വേദ ജോലി ചെയ്യുമെന്ന ഭാവനയുണ്ടല്ലോ, അത് വളരെ വീക്കായി പോയി. ഒന്നാമത് അവൾക്ക് അങ്ങനെ ഒരു ടീച്ചറായി ജോലി ചെയ്യേണ്ട കാര്യമില്ല. അവൾക്ക് വളരെ നല്ലൊരു പ്രൊഫഷൻ സ്വന്തമായിട്ടുണ്ട്. 2, നാട്ടിൽ വന്നിട്ടും അവൾക്ക് എന്നെ തേടി വരാതിരിക്കാനാവില്ല. അതിനിപ്പോ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും എന്ന് വിക്രം പറയുന്നു. അത്രയ്ക്ക് ഉറപ്പാണോന്ന് ആമി ചോദിക്കേ. അതെ എന്ന് വിക്രവും. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വിക്രം തന്റെ വണ്ടി എടുത്തു പോകും. യാത്രക്കിടയിൽ അവന്റെ മൊബൈൽ റിങ് ചെയ്യുമ്പോഴേക്കും അവൻ സൈഡ് ഒതുക്കി വണ്ടി നിർത്തി ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. അപ്പുറത്ത് ആൻഡ്രൂ സാർ ആയിരുന്നു. ഹലോ സാർ എന്ന് വിക്രം വിളിക്കുമ്പോഴേക്കും ഹലോ വിക്രം പുറപ്പെട്ടോ എന്ന് സാറും ചോദിക്കുക. ഓൺ ദ വേ ആണ് സാർ എന്ന് വിക്രം പറയേ. ആ പിന്നെ ഒരു കാര്യം പറയാനാ വിളിച്ചത്. നീ നിന്റെ പേരും പശ്ചാത്തലമൊന്നും അവിടെ പറയാൻ നിൽക്കണ്ട എന്ന് സാർ പറയുന്നവൾക്ക്. എന്താ സാർ എന്ന് വിക്രവും ചോദിക്കുക. വിക്രം എന്ന പേരും നീ കുറെ കാലം ജയിലിലായിരുന്നു എന്നുള്ള കാര്യവും അവിടെ പറയാൻ നിൽക്കണ്ടെന്ന്. എടാ, ഒരു ജയിൽ പുള്ളിയെ പിടിച്ച് കുട്ടിയെ കാവലാക്കാൻ ആർക്കും താല്പര്യമുണ്ടാവില്ലെന്ന് അറിയാലോ. അപ്പൊ പേരൊന്ന് മാറ്റി പറഞ്ഞേക്കെന്ന് സാറും. സാർ എന്തൊക്കെയായി പറയുന്നത്? അവര് വല്ല രേഖകളോ മറ്റോ ചോദിച്ചാൽ ആധാർ കാർഡോ മറ്റോ എന്ന് വിക്രവും ചോദിക്കുന്നു. ഒന്നും ചോദിക്കില്ലെന്നേ, ഞാൻ കാര്യങ്ങളൊക്കെ അതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചാലല്ലേ, അപ്പൊ നമുക്ക് നോക്കാം എന്ന് സാറ് പറയേ. അതിലും നല്ലത് പേരും സാഹചര്യങ്ങളും വിശദീകരിക്കുന്നതല്ലേ. നമ്മളായിട്ട് ഒരു കള്ളത്തരം ചെയ്തൊന്നും വരില്ലല്ലോ എന്ന് വിക്രം പറയുന്നു. എടാ, നീ ചെല്ലുന്ന വീട്ടിലെ ഒരു പോലീസുകാരൻ മാത്രമല്ല ഉള്ളത്, അയാളുടെ ഭാര്യയും അമ്മയും മറ്റുള്ളവരും ഒക്കെയുണ്ട്. അവരുടെ കുട്ടിയെ ഒരു ജയിൽ പുള്ളിയാണ് സംരക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്ന് തുടക്കത്തിലെ അവരറിഞ്ഞാൽ അവര് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല വിക്രം എന്ന് സാറ് പറയേ. സാർ, എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് മാറാൻ കൂടിയാണ് ഇങ്ങനൊരു ജോലിയെന്നല്ലേ സാറ് പറഞ്ഞതെന്ന് വിക്രവും ചോദിക്കുക. അതെ, അത് പക്ഷേ ചെന്ന് കയറുന്ന ദിവസം തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. ആദ്യം നീ കൊള്ളാവുന്ന ഒരാളാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്നും അവർക്ക് തോന്നട്ടെ. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം നമുക്ക് സത്യങ്ങളിലേക്ക് കടക്കാം. അതിനുള്ളിൽ അവര് രേഖകൾ എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ എന്ന് സാർ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് വിക്രവും കോൾ വെക്കുകയാണ്. വേദയുടെ വീട്ടിൽ ഡ്രസ് അയൺ ചെയ്യുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. അവൾ ഷീലയോട് കോൾ എടുക്കാനായി പറയുമ്പോഴേക്കും ഷീല അത് എടുത്തു കൊടുക്കുക. ഓഫീസിൽ നിന്നുള്ള കോളാ, ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞ് അയൺ ചെയ്യുന്നത് ഷീലയെ ഏൽപ്പിച്ച് വേദ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ആണോ, എപ്പോ? ഇല്ല സാർ, ഞാൻ ഇപ്പൊ പുറപ്പെട്ടോളാം. ഇല്ലില്ല, വൈകില്ല, ഇവിടുന്ന് പുറപ്പെട്ട മാക്സിമം 2 മണിക്കൂർ എന്ന് പറഞ്ഞവൾ കോൾ വെക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ തരുണും എന്തു പറ്റി വേദ, എന്തേലും എമർജൻസി ഉണ്ടോ എന്ന് ചോദിക്കുക. ഫയർ ബ്രോക്കൗട്ട്, അവിടെയുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയില്ല, എന്നോടുടനെ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുവാണ് എന്നവൾ പറയുമ്പോഴേക്കും ശരിയെന്ന് തരുണും സമ്മതിക്കുക. വേദ ഇവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഗൗരി അങ്ങോട്ട് വന്ന് അമ്മ പോവുകയാണോ എന്ന് ചോദിക്കേ. അതെ മോളെ, ഒരു ഫാക്ടറി മുഴുവനായിട്ട് തീ പിടിച്ചിരിക്കുക, അമ്മയ്ക്ക് പോയേ പറ്റൂ എന്ന് വേദ പറയുന്നുണ്ട്. അപ്പോ ഗൗരി മോൾക്ക് വേണ്ടി അയാളുടെ അടുത്ത് പറയാന്ന് പറഞ്ഞിട്ട് എന്ന് ഗൗരിയും ചോദിക്കുക. വേദ ടെൻഷനോടെ തരുണിനെ നോക്കുമ്പോഴേക്കും തരുൺ ഗൗരിയെ പിടിച്ചിരുത്തി അമ്മ പോയിക്കോട്ടെ, അച്ഛനുണ്ടല്ലോ മോളുടെ കൂടെ, പോരെ എന്ന് ചോദിക്കുന്നു. ഗൗരി ഒന്നും മിണ്ടാതെ തരുണിന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ്. തരുൺ വേദയോടായി വേദ പുറപ്പെട്ടോളൂ, മിക്കവാറും എനിക്കും വിളി വരും എന്ന് പറയേ. അയാൾ വരുമ്പോ എന്ന് വേദയും ചോദിക്കുന്നു. നോക്കാം, തൽക്കാലം നീ പുറപ്പെടാൻ നോക്ക്, സമയം കളയണ്ടെന്ന് തരുൺ പറയുമ്പോഴേക്കും അത് സംബന്ധിച്ച് വേദ അവിടെ നിന്ന് പോവുക. അങ്ങനെ വേദ തിരിച്ചു പോകുന്ന കാറും വിക്രം അവരുടെ വീട്ടിലേക്ക് വരുന്ന കാറും എതിർ ദിശയിൽ വരുന്നുണ്ടെങ്കിലും കാറിലിരുന്ന് ഡ്രൈവറോട് സംസാരിക്കുകയായിരുന്ന വേദ അത് ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഗൗരിയെ കാണാഞ്ഞ് തിരഞ്ഞു വിളിച്ച് നടപ്പ തരുൺ. അവൾ റൂമിൽ പിണങ്ങിയിരിപ്പുണ്ടെന്ന് ഷീല തരുണിനോടായി പറയുന്നുണ്ട്. അവിടെ പിണങ്ങിയിരിക്കുന്ന ഗൗരിയെ ആശ്വസിപ്പിക്കുകയാണ് സേതുലക്ഷ്മിയും. മോൾ ആദ്യമായിട്ടാണോ അമ്മ പോകുന്നത് കാണുന്നത്? ഫോൺ വന്നാ പിന്നെ അമ്മയ്ക്ക് പോവാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ അച്ഛമ്മ പറയുന്നവർക്ക് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ദേഷ്യത്തോടെ ഗൗരിയും ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് പാലുമായി വന്ന തരുണും അമ്മയോടായി എന്താ എന്ന് ചോദിക്കേ. ആ എന്ന് പറയുന്നുണ്ട് സേതുലക്ഷ്മി. അമ്മ ചെല്ല്, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് തരുൺ അമ്മയോടായി പറയുമ്പോഴേക്കും സേതുലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തരുൺ അവളുടെ അരികിലേക്ക് ഇരുന്ന് മോളെ ദേ പാല് കുടിക്കുക എന്ന് പറയേ. എനിക്ക് വേണ്ട എന്ന് ദേഷ്യത്തോടെ ഗൗരി. അമ്മയുടെ ജോലി തിരക്ക് മോൾക്ക് അറിയില്ലേ, ഒരുപാട് ആളുകളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ജോലിയാ. ദേ ആളുകൾക്കൊരു പ്രശ്നം വരുമ്പോ അവരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് തരുൺ ചോദിക്കേ. അപ്പോ എനിക്കൊരു പ്രശ്നം വരുമ്പോഴോ എന്ന് ഗൗരിയും ചോദിക്കുന്നു. മോൾക്ക് എന്ത് പ്രശ്നം? അഥവാ പ്രശ്നം വന്നാൽ തന്നെ അച്ഛനില്ലേ എന്നവൻ ചോദിക്കേ. അച്ഛൻ തന്നെയാ പ്രശ്നം കൊണ്ടുവന്നത് എന്ന് ഗൗരിയും. അതാ ഇപ്പൊ നന്നായേ, അച്ഛൻ എന്ത് പ്രശ്നമാ മോൾക്ക് കൊണ്ടുവന്നേ എന്ന് തരുൺ ചോദിക്കേ. എന്നെ നോക്കാൻ ഒരാളെ കൊണ്ടുവന്നില്ലേ എന്ന് ഗൗരിയും ചോദിക്കുന്നുണ്ട്. അത് പ്രശ്നമാണോ? ദേ മോളുടെ നല്ലതിനല്ലേ എന്ന് തരുണും. എന്നോട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കരുത്, ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയുന്ന ആളല്ലേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. തരുണും ചിരിയോടെ ഇതാരാ ഈ പറഞ്ഞേ, വരുന്ന ആള് എങ്ങനെയുള്ള ഒരാളാണെന്ന്? അതൊരു പാവമങ്കിള, അച്ഛനേക്കാൾ പാവം പോരെ എന്ന് തരുൺ പറയേ. ഒന്നുമല്ല, ചമ്പൂകനാണ് വരുന്നതെന്നേ എനിക്കറിയാമെന്ന് ഗൗരിയും. ചമ്പൂകനോ, അതാരാ എന്ന് തരുൺ ചോദിക്കും. പലപ്പോഴും ഒക്കെ കാർട്ടൂണും കാണണം, എപ്പോഴും ന്യൂസ് കണ്ടാ പോരാന്ന് ഗൗരിയും. ശരി, ഇനി മുതൽ കാണാട്ടോ പോരെ? അല്ല, ഏത് കാർട്ടൂണാ കാണേണ്ടത്?
ഏതിലാ ഈ പറഞ്ഞ ആളൊക്കെ ഉള്ളത് എന്ന് തരുൺ ചോദിക്കേ അച്ഛൻ കാണണ്ട, അതിനുള്ള ക്ഷമ അച്ഛനില്ല. എനിക്ക് വേണ്ടി ചമ്പുകനെ അയച്ചത് അച്ഛനല്ലേ? ചോട്ടക്കഴുകന്റെ അടുത്തേക്ക് ചമ്പുകനെ അയച്ചത് ആരാന്നറിയോ എന്നവൾ ചോദിക്കേ ആരാ എന്ന് തരുണും. കീഴക രാജൻ എന്ന് ഗൗരി പറയുന്ന കേൾക്കെ അതാരാ എന്ന് ചിരിയോടെ തരുണും. അതാ പറഞ്ഞേ, അച്ഛൻ അതേപ്പറ്റി ഒന്നും അറിയില്ല, വലിയ പോലീസ് അത്രേ, ഒന്നും മനസ്സിലാവില്ല. ചമ്പുകനെ എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാം എന്ന് പറഞ്ഞവൾ ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും മോളെ ദേ പാല് കുടിക്കുന്ന തരുൺ പറയുന്നു. പാല് മാത്രം കുടിക്കാറുണ്ടോ? അതിലൊരു പൊടിയും കലക്കും. ഇത്ര നാളായിട്ട് അതറിയില്ലേ? കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് പോവുകയാണ്. അവിടെ അവൾ സിറ്റൗട്ടിലേക്ക് ഓടിയെത്തുമ്പോഴാണ് വിക്രം തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുന്നത്. അവനെ ചമ്പൂകനായി തോന്നുകയാ ഗൗരിക്ക്. അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ചമ്പുകൻ ഇറങ്ങിയത് കണ്ട് ഗൗരിയും കൈവരിക്ക് പിറകിൽ ഒളിക്കുകയാണ്. പുറത്ത് തുണിയലയ്ക്ക് വിരിക്കായിരുന്ന ഷീലയും അവനെ കണ്ട് വാ വിളിച്ചു നിൽക്കേ മേംസാബിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് റാം അവളെ ഭീഷണിപ്പെടുത്തുന്നു. കൈവരിയുടെ പുറകിൽ ഒളിഞ്ഞിരുന്ന് നോക്കുകയായിരുന്ന ഗൗരിയും ചമ്പുകൻ തന്റെ പുറകിൽ നിന്ന് വാളെടുത്ത് വീശി പൊട്ടിച്ചിരിച്ചങ്ങോട്ട് നടന്നു വരുന്നത് പോലെ തോന്നുകയാ. വിക്രം അങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും അയ്യോ ചമ്പൂകൻ എന്ന് പറഞ്ഞ് ഗൗരി അകത്തേക്ക് ഓടുകയാ. സീറ്റൗട്ടിലേക്ക് കയറുന്ന വിക്രമും അങ്ങോട്ട് വരുന്ന തരുണിന് ഷെയ്ക്കൻഡ് നൽകി ഹലോ സർ, ഞാൻ ആൻഡ്രൂ സർ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോഴേക്കും ആ മനസ്സിലായി എന്ന് തരുൺ. മോളാണോ അകത്തേക്ക് ഓടിയതെന്ന് വിക്രം ചോദിക്കുന്നു. അവള് കാണുന്ന കാർട്ടൂണിലെ പ്രധാന വില്ലനാണ് അവളെ നോക്കാൻ വരുന്നതെന്നാ അവൾ വിചാരിച്ചിരിക്കുന്നത്. ആ വില്ലന്റെ പേര് വിളിച്ച അകത്തേക്ക് ഓടിയത് എന്ന് തരുൺ പറയുന്നവൾക്ക് പേടിച്ചിട്ട് ഓടിയതാണോ എന്ന് വിക്രവും ചോദിക്കുന്നുണ്ട്. അങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല എന്ന് തരുൺ പറയുമ്പോഴേക്കും തന്റെ ബബിൾ ഗണ്ണുമായി അങ്ങോട്ട് വന്ന് നീട്ടിപ്പിടിച്ച് ചമ്പുകൻ ഐ വിൽ കിൽ യു എന്ന് ഗൗരി പറയുന്നു. ഗൗരി ഗൺ വിക്രത്തിന്റെ നേരെ പ്രയോഗിക്കുമ്പോഴേക്കും അവൻ നെഞ്ചത്ത് കൈവച്ച് പിടഞ്ഞു വീഴുന്നത് പോലെ അഭിനയിക്കുകയാ. വിക്രം നിലത്തേക്കിരുന്ന് അഭിനയിക്കുമ്പോഴേക്കും തരുൺ അങ്ങോട്ട് ഓടിച്ചെന്ന് എന്താ മോളെ ഈ കാണിച്ചത്? അങ്കിളിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കുന്നു. അയ്യോ തടയണ്ട എന്ന് പറഞ്ഞ് വിക്രം ചിരിയോടെ എഴുന്നേൽക്കുമ്പോഴേക്കും ഗൗരി അകത്തേക്ക് ഓടി പോവുകയാണ്. തരുണും അങ്ങോട്ട് ചെന്ന് വിക്രത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാ. സോറിട്ടോ, മോൾ അങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് തരുൺ പറയേ സാരമില്ല, ഞാനും ആ സ്പിരിറ്റിൽ എടുത്തിട്ട് വെടി കിട്ടിയതുപോലെ വീണു കാണിച്ചത് എന്നവൻ ചിരിയോടെ പറയേ അവളെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കുമെന്ന് തരുണും പറയുന്നു. കുഞ്ഞുങ്ങളല്ലേ ഒരു രസമെന്ന് വിക്രവും ചിരിയോടെ പറയുക. ബൈ ദ വേ ഞാൻ തരുൺ, ഒരാൾ വരുമെന്നല്ലാതെ ആളുടെ പേരൊന്നും ആൻഡ്രൂ ചേട്ടൻ പറഞ്ഞു എന്ന് തരുൺ പറയേ ഓ ഞാൻ വിക്രം എന്ന് പറയാൻ തുടങ്ങി. ഞാൻ വിശ്വം എന്ന് പേരുമാറ്റി പറയുക വിക്രവും. ഞാൻ കുറച്ചു കഴിഞ്ഞിറങ്ങും, പിന്നെ കാര്യങ്ങളൊക്കെ ആൻഡ്രൂസ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? മോള് കുറച്ചു കഴിയുമ്പോഴേക്കും പോവാറാവും എന്ന് തരുൺ പറയും. ഞാൻ കൊണ്ടുചെന്നാക്കിക്കോളാം എന്ന് വിക്രവും പറയുന്നുണ്ട്. ഏയ് വേണ്ട, അവൾക്ക് സ്കൂൾ ബസ് വരും, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അവളെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും അസാധാരണമായി കണ്ടാലോ സംശയം തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാലോ എന്നെ ഒന്ന് അറിയിക്കണം. പിന്നെ അവളുടെ മുമ്പിൽ വെച്ച് ആരുമായിട്ടും ഒരു പ്രശ്നത്തിനും നിൽക്കരുത്, എസ്പെഷ്യലി ഒരു ഫൈറ്റിന് അവസരം ഉണ്ടാക്കരുത്. എങ്ങോട്ട് വന്നാൽ പോലും ഒഴിഞ്ഞു മാറണം, മനസ്സിലായല്ലോ എന്ന് തരുൺ ചോദിക്കേ. മനസ്സിലായി സാർ, എല്ലാം ആൻഡ്രൂ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് വിക്രം പറയുക. പിന്നെ വെയിറ്റ് ചെയ്യേ എന്ന് തരുൺ വിളിക്കേ. വേണ്ട, ഞാൻ ഇവിടെ പുറത്തു നിന്നോളാം എന്ന് പറഞ്ഞ് വിക്രം മുറ്റത്തേക്ക് ഇറങ്ങുകയും തന്റെ ബൈക്കിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും അപ്പുറത്ത് കിട്ടിയ ഊഞ്ഞാലും പിടിച്ച് ഷീല ചിരിയോടെ അവനെ നോക്കി നിൽക്കും. അത് ശ്രദ്ധിച്ച റാമും ഷീല മേംസാ ബുലാവോ അന്തർ ജാവോ എന്ന് പറയുമ്പോൾ അയാളെ നോക്കി മുഖം തിരിച്ച് അകത്തേക്ക് പോവുകയും ഷീല അടുക്കളയ്ക്ക് ചെല്ലുമ്പോഴേക്കും സേതുലക്ഷ്മിയും ഷീല ഏക് ടീ ബനാവോ, ഗൗരിയെ നോക്കാനായി തരുൺ ഏർപ്പാടാക്കിയ ആള് വന്നിട്ടുണ്ട് എന്ന് പറയേ ഷീല ചായ ഉണ്ടാക്കാനായി തുടങ്ങുക. ഗൗരിമോൾക്കുള്ളത് റെഡിയായോ എന്നവർ വീണ്ടും ചോദിക്കെ ഇപ്പൊ റെഡിയാക്കാമെന്ന് ഷീലയും പറയുന്നുണ്ട്. ആഹാ, ഇതൊന്നും റെഡിയാക്കാതെയാണോ വെളിയിൽ പോയി വായി നോക്കി നിന്നത് എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുന്നു. അല്ല അമ്മ, എല്ലാം റെഡിയാണ് എന്നവൾ പറയേ. എന്നാ വേഗം ആയിക്കോട്ടെ, പാലെടുത്തോ എന്ന് സേതുലക്ഷ്മി എഴുന്നേറ്റ് ഗൗരിക്ക് പാലിൽ കലക്കാറുള്ള പൊടി എടുക്കുമ്പോഴേക്കും ഗൗരിയും അടുക്കള വാതിലിലേക്ക് വരുന്നുണ്ട്. അവരാ ബോട്ടിൽ നോക്കി ഇത് മേടിച്ചിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ, ഇത്രയായോ എന്ന് ഷീലയോടായി ചോദിക്കും. അത് ഞാൻ അമ്മേനോട് പറയാനിരുന്നതാണ്, അവസരം കിട്ടുമ്പോഴൊക്കെ ഗൗരിമോൾ അതെടുത്ത് കഴിക്കാറുണ്ടെന്ന് ഷീല പറയുക. കേട്ട് ഗൗരിയും പുറകിലേക്ക് മാറി ഒളിക്കുന്നുണ്ട്. കൊള്ളാം, ഗൗരിക്ക് വാങ്ങിവെച്ചത് അവൾ തന്നെ കട്ടു തിന്നണം എന്ന് സേതുലക്ഷ്മി ചോദിക്കേ. ഞാനും അത് ആലോചിക്കുന്നത്, അമ്മ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാത്തതാണ് എന്ന് ഷീല പറയുന്നത് കേൾക്കെ സേതുലക്ഷ്മി അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ഒളിഞ്ഞു നിന്ന് നോക്കുകയായിരുന്ന ഗൗരിയും മാറിപ്പോയി ഒളിച്ചിരിക്കുന്നു. അവർ പോയി കഴിയുമ്പോഴേക്കും അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന ഷീലയെ ഒന്ന് ശ്രദ്ധിച്ച് ഗൗരി അവിടുന്ന് പോയി സേതുലക്ഷ്മിയുടെ ഫോൺ എടുക്കുമ്പോഴേക്കും അത് കണ്ട് അങ്ങോട്ട് വരുന്ന സേതുലക്ഷ്മിയും ആഹാ എന്തിനാ എന്റെ ഫോൺ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തരാം അച്ഛമ്മയെന്ന് പറഞ്ഞ് ഗൗരി അടുക്കള വാതിലേക്ക് ചെന്ന് ഷീല തന്റെ പൊടി കലക്കി പാലുണ്ടാക്കുന്ന വീഡിയോ എടുക്കുകയാ. ആ ബോട്ടിൽ തുറന്ന ഷീലയും ഞാനല്ലാതെ വേറെ ആരാ ഇത് കഴിക്കുന്നേ എന്ന ആലോചനയോടെ ഒരു നിമിഷം നിന്ന് ആ പൊടി 2-3 സ്പൂൺ എടുത്ത് വായിലേക്ക് ഇടുന്നുണ്ട്. പിന്നീട് കുറച്ച് പാലിലിട്ട് കലക്കി തന്റെ മുഖമെല്ലാം തുടച്ച് വൃത്തിയാക്കി പാലുമായി അടുക്കളയിൽ നിന്ന് പോകുമ്പോഴേക്കും ഗൗരിയും ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുന്നു. ഗൗരിക്കുള്ള പാൽ
ടേബിളിൽ കൊണ്ടുവച്ച് മോളെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കുടിക്കെന്ന് പറഞ്ഞ് പുറത്തുള്ള വിക്രത്തിനെ ചായ കൊടുക്കാനായി പോവുകയാണ് ഷീല. ഗൗരി അപ്പോഴേക്കും ഓടിച്ചെന്ന ജനലിലൂടെ പുറത്തു നിൽക്കുന്ന വിക്രത്തെ ശ്രദ്ധിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന വിക്രത്തെ കാണുമ്പോൾ അമ്പുകൻ വാളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെയാണ് ഗൗരിക്ക് തോന്നുന്നത്. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.